ആ പടച്ചോനെയൊക്കെ വരുമ്പോണ്ടല്ലോ പടച്ചോന്റെ ഓരോ പ്ലേസ്മെന്റ് നമുക്ക് ഞാൻ കരയുമായിരുന്നു. എല്ലാ പടച്ചോന് വരുമ്പോഴത്തേനും പറ്റില്ല, അടിപൊളിയാ. സൂപ്പർ സൂപ്പർ, ഒന്നും പറയാം, കരഞ്ഞിട്ട് ഫേസ് ശരിയല്ല. പൃഥ്വിരാജിന്റെ അഭിനയം ഭയങ്കരം, അതൊരു എക്സ്പീരിയൻസ് ആണ് ആ ഫ്രെയിംസ് ഒക്കെ. ഞാൻ ആ സീനൊക്കെ എത്തിയപ്പോഴേക്ക് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ ഡെഡായിരിക്കുമായിരുന്നു. അമ്മാതിരി പടം, കണ്ണ് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. സൂപ്പർ പടം, ഒന്നും പറയാം. അടിപൊളി. പൃഥ്വിരാജിനെ കൊണ്ടല്ല ഇങ്ങനെ ഒരു സിനിമ വേറെ ആരെ കൊണ്ടും അഭിനയിക്കാൻ പറ്റില്ല. അടിപൊളി പടം, സൂപ്പർ പടം, എന്റർടൈൻമെന്റ്. പിന്നെ തീർച്ചയായിട്ടും ഒരു വെറൈറ്റി. അഭിനയമാണ്, നല്ല അഭിനയമാണ്. പൃഥ്വിരാജിന് ഇതിൽ നല്ല വേഷം കിട്ടാനില്ല. ഇനി സൂപ്പർ, വേറെ ഇന്ത്യയിൽ ഇതുപോലെ നടനുണ്ടാവില്ല, അത് അത്ര അഭിനയമാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുവരെ പടം കാണാനിരിക്കാത്ത ആളാണ്, ഈ പടം കണ്ട് ഫുള്ള് ഇരുന്നാണ്. അതിനെല്ലാം പിക്ചറൈസേഷൻ, പ്രസുൽ പൂക്കുടിയുടെ ശബ്ദം ഇത്രയും നന്നായിട്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് നല്ല അതില് പാമ്പുകളുടെ ഒന്നുമില്ല, പൃഥ്വിരാജിന്റെ മുമ്പിൽ ഒന്നുമില്ല. നന്നായിട്ട് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും നല്ല, അത് നാച്ചുറൽ ആയിട്ട് അഭിനയം. ഒരിക്കലും നമ്മൾ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അത്ര സൂപ്പർ സൂപ്പർ, ഒന്നും പറയാം, കരഞ്ഞിട്ട് ഫേസ് ശരിയല്ല. എന്തു പറയാനാ, ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല. അടിപൊളിയാ. ലാസ്റ്റ് സീന പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. ബെസ്റ്റ് മോളിവുഡിൽ ഇതുവരെ വന്ന, ഇതിലും കൂടുതൽ ഇനി ചെയ്യാൻ പറ്റില്ല. ആടുജീവിതത്തിന് ഇത്രയും ട്രൂത്ത്ഫുൾ ആയിട്ട്, ആ കഥന് ഇത്രയും ട്രൂത്ത്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല. രാജുവേട്ടൻ ഒന്നും പറയാനില്ല, ഞാൻ അതൊരു ഓറയിൽ നിൽക്കും. പിന്നെ നമ്മളെ ഇപ്പൊ വായിക്കാത്ത ആളാണെങ്കിലും വായിച്ച പൊതുവെ ഈ വായിച്ചു കഴിഞ്ഞിട്ട് പടം കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഇഷ്ടാവൂല, ആ ബുക്കിന്റെ ഡെപ്ത് കിട്ടൂല എന്ന് പറയും. പക്ഷെ ഇതിലും നന്നായിട്ട് നമുക്ക് ഇനി ആടുജീവിതം കാണാൻ പറ്റൂല. ഞാൻ വായിച്ചതായിരുന്നു. ആ പടച്ചോനെയൊക്കെ വരുമ്പോണ്ടല്ലോ പടച്ചോന്റെ ഓരോ പ്ലേസ്മെന്റ് നമുക്ക് ഞാൻ കരയുമായിരുന്നു. എല്ലാ പടച്ചോന് വരുമ്പോഴത്തേനും പറ്റില്ല, അടിപൊളിയാ, അടിപൊളി. ഇതിന് കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ പ്രൈഡ് ഓഫ് ഇന്ത്യൻ സിനിമ. ഇതിനിപ്പോ മോളിവുഡിനും ഇന്ത്യൻ ഫിലിം, അതായത് മൊത്തത്തിൽ നമുക്കൊരു റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റിയൊരു പടം തന്നെ. അവരുടെ എഫേർട്ട് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത്രയും ഇത് വേറെ എന്തോ അടിപൊളി. നമുക്ക് എലിമിനാന്റി ആയിരിക്കണം. മൂപ്പര് വേറെ തന്നെ മനുഷ്യൻ. നമ്മളാ തേർഡ് ലുക്ക് റിവീൽ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ, അത് നന്നായി. അത് കാണുമ്പോ സ്ക്രീനിൽ തന്നെ കാണണം. ഇത് അതെ 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 അതെ, നമുക്കൊരു തോട്ട് ഉണ്ടാവല്ലോ വായിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കറക്റ്റായിട്ട് അവരത് എടുത്തു വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അത്രയ്ക്ക് ഒരു കരളിപ്പും ചങ്കർപ്പുള്ളവന് മാത്രമാണ് ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം നടന്ന ഒരു കഥയാണ്. നജീബിക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ആദ്യമല്ല. അതിനപ്പുറം ഉണ്ട്. കാരണം രാജേട്ടൻ കിടന്ന് കളിക്കുകയാണ്. അത്രയ്ക്ക് ഒരു അഭിനയം എന്ന് പറഞ്ഞാല് ഒന്നും പറയാനില്ല. ഒരു അവാർഡ് ചാൻസസ് നല്ല കൂടുതലാണ്. ഫസ്റ്റായിട്ട് എല്ലാവരും തിയേറ്ററിൽ വാച്ച് ചെയ്യണം. ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. തിയേറ്ററിൽ വാച്ച് മസ്റ്റാണ്. ഒന്നും പറയാനില്ല പടത്തിൽ. കാരണം അവിടെ ഇരുന്ന് പോയി. അങ്ങനത്തെ ഒരു ബ്ലെസ്സി നമ്മളെ കരയിപ്പിച്ച് കളയാന്നൊക്കെ പറയില്ലേ, ബസ്സിനെ വല്ലപ്പോഴും വരുന്ന പടമാണെങ്കിൽ പോലും അത് എന്നേക്കുമായിട്ട് മനസ്സിൽ കിടക്കും. സൂപ്പർ പടമായിരുന്നു, കരഞ്ഞു പോയി. മറ്റേ പൃഥ്വിരാജിനെ മറ്റേ കടലിലൊക്കെ പോകുമ്പം അപ്പൊ നല്ല കരഞ്ഞു, ശരിക്കും ഞാൻ കരഞ്ഞു പോയായിരുന്നു. നല്ല പടം, നല്ല ഇത്. കുറച്ച് സങ്കടമുണ്ട്, നല്ല പടം. പൃഥ്വിരാജിന്റെ അഭിനയം ഭയങ്കരം. ഞങ്ങളിപ്പോ പൃഥ്വിരാജ് ഫാൻസായി. അതായിരുന്നു, പക്ഷെ ഇത് കണ്ടപ്പം കൂടുതൽ ഇതായി. നീ കാണണമെന്ന് തോന്നുന്നു കണ്ടപ്പോ. അത്രയ്ക്കല്ല പടം. ആ പാമ്പ് വന്നത് അതിന്റെ ഭയങ്കര ഇതാ കടിക്കണ. പൃഥ്വിരാജ് ഭയങ്കര ഇതാ അഭിനയം. പൃഥ്വിരാജിന് എന്തായാലും അവാർഡ് കൊടുക്കണം, അത്രയും പറയാം. അത്രയും അയാള് എന്താ പറയാ, കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ട്, നല്ല ഫിലിമായിരുന്നു. കരഞ്ഞായിരുന്നു. അതെ അതെ. പൃഥ്വിരാജ് നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായും. ഭയങ്കര ഇഷ്ടമായി. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്.
നന്നായിട്ടുണ്ട് പടം. ഞാൻ നോക്കിയപ്പോ ഇവനൊന്ന് കരയായിരുന്നു. നന്നായിട്ടുണ്ട്. പിള്ളേർക്കും ഞാൻ വിചാരിച്ചു ബോറായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ സംശയമായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര പാമ്പിനൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇരുന്നു കാണാനായിട്ട്. ഭയങ്കര ഇഷ്ടമായി. ഉറപ്പായിട്ടും എനിക്ക് മലയാളത്തിൽ തോന്നുന്നു ഇത് എന്തായാലും ഉറപ്പായിട്ടും എനിക്കത് തോന്നുന്നുണ്ട്. ശരിയാണ്. ഇഷ്ടമായോ? പിന്നെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല, പക്ഷെ നല്ലതായിരുന്നു. പൃഥ്വിരാജൊക്കെ ഞാൻ പൃഥ്വിരാജ് ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സീനൊക്കെ എത്തിയപ്പോഴേക്ക് ഞാൻ ഓൾമോസ്റ്റ് ഡെഡായിരിക്കുമായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. മ്യൂസിക് ആയാലും ബാക്കി വിഷ്വൽസ് ആയാലും അവരുടെ അഭിനയം ആയാലും, പിന്നെ അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാന്ന് പറയുമ്പോൾ നമുക്കത് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര അടിപൊളി. എല്ലാവരും കാണണം, മസ്റ്റ് വാച്ച്. അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഫ്രെയിംസ് ഒക്കെ അത് നമ്മൾ കാണണം. ആ ട്രാൻസ്ഫോർമേഷൻ, ആ ഫോട്ടോ ഒക്കെ കണ്ടു, അത് വേറൊരു ലെവലാ, പറഞ്ഞ മനസ്സിലായി.